PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10 ക്വസ്റ്റ്യൻസാണ്. മലയാളത്തിൽ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നൽ പ്ലസ് നൂൽ ഈസ് ഈക്വൽ ടു നന്നൂൽ സന്ധി നിർണ്ണയിക്കുക. അതായത് സന്ധി നിർണ്ണയിക്കുകയാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ ലോഭസന്ധി, ഓപ്ഷൻ ബി ദ്വിത്വസന്ധി, ഓപ്ഷൻ സി ആഗമസന്ധി, ഓപ്ഷൻ ഡി ആദേശസന്ധി. ഇവിടെ നോക്കൂ, നൽ പ്ലസ് നൂൽ ഈസ് ഈക്വൽ ടു നന്നൂൽ എന്നാണ് പറയുന്നത്. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊരു വർണ്ണം വന്നു. ആ സന്ധിയെ നമ്മൾ എന്താണെന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആദേശസന്ധിയാണ് നന്നൂലിന്. ഓക്കെ, ആദേശസന്ധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൈയായികൻ എന്ന പദം വിവക്ഷിക്കുന്നത്, അതായത് നൈയായികൻ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ന്യായമായി ചിന്തിക്കുന്നവൻ, ഓപ്ഷൻ ബി ന്യായമില്ലാത്തത് വാദിക്കുന്നവൻ, ഓപ്ഷൻ സി ന്യായശാസ്ത്രം പഠിച്ചവൻ, ഓപ്ഷൻ ഡി ന്യായം മാത്രം ചെയ്യുന്നവൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഓക്കെ, നൈയായികൻ എന്ന് പറഞ്ഞാൽ ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല. ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക. മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല, ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക. ഓപ്ഷൻ എ എങ്കിലും, ഓപ്ഷൻ ബി എന്നിട്ടും, ഓപ്ഷൻ സി തീർന്നിട്ടും, ഓപ്ഷൻ ഡി പോയിട്ടും. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് എയും ബിയും സിയും ഒക്കെ വേണമെങ്കിൽ ആൻസർ ആയിട്ട് വരാം. പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, ഏറ്റവും കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ എങ്കിലും ആണ്. അതായത് മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല, അതാണ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാരം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. സാരം എന്ന പദത്തിൻ്റെ വിപരീതം, ആൻറ്റോണിം ഓഫ് സാരം. ഓക്കെ, ഓപ്ഷൻ എ അസാരം, ഓപ്ഷൻ ബി നിസാരം, ഓപ്ഷൻ സി അതിസാരം, ഓപ്ഷൻ ഡി ഗൗരവം. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. സാരത്തിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാം, നിസാരം ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സാരം ഓപ്പോസിറ്റ് നിസാരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാംസം എന്ന അർത്ഥം വരാത്ത പദമാണ്. ശ്രദ്ധിച്ചോളണം. ഓപ്ഷൻ എ പലലം, ഓപ്ഷൻ ബി പിശിതം, ഓപ്ഷൻ സി അശനം, ഓപ്ഷൻ ഡി ആമിഷം. അപ്പം ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്, അശനം. ബാക്കി പലലം എന്ന് പറഞ്ഞാലും പിശിതം എന്ന് പറഞ്ഞാലും ആമിഷം എന്ന് പറഞ്ഞാലും മാംസമാണ്, മാംസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്ന വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഓക്കെ, എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്ന വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഓപ്ഷൻ എ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, ഓപ്ഷൻ ബി പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനെ തീറ്റിക്കുകയില്ല, ഓപ്ഷൻ സി നായ നടുക്കടലിൽ നക്കിയേ കുടിക്കൂ, ഓപ്ഷൻ ഡി പട്ടിയുണ്ടോ അറിയുന്നു കുട്ടിയുടെ വേദന. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ എ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. അതായത് എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്നതിൻ്റെ മലയാളം ചൊല്ല് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഓക്കെ, ഓപ്ഷൻ എ നിങ്ങൾ, ഓപ്ഷൻ ബി ബന്ധുക്കൾ, ഓപ്ഷൻ സി അമ്മമാർ, ഓപ്ഷൻ ഡി അവർകൾ. ഓക്കെ, അവർകൾ. അപ്പോൾ പൂജക ബഹുവചനത്തിന് ഇവിടെ ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്, അവർകൾ ആണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇപ്പോൾ വൈദ്യർ, ദ്രോണർ, ആചാര്യർ, തിരുവടികൾ, ഇതൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഓപ്ഷൻ ബി ആണ് അവർ കൊടുത്തേക്കുന്നത്, പ്രസംഗ പാടവം. ഓക്കെ, പ്രസംഗ പാടവം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്രൂരമായി വധിക്കുക, ഓപ്ഷൻ ബി കൊടിയ അവഗണന നേരിടുക, ഓപ്ഷൻ സി അവശനെ ഉപദ്രവിക്കുക, ഓപ്ഷൻ ഡി ക്രൂരത കാണിക്കുക. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അവശനെ ഉപദ്രവിക്കുക എന്നതാണ് ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊൽക്കലശം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പൊൻ പ്ലസ് കലശം, ഓപ്ഷൻ ബി പൊൽ പ്ലസ് കലശം, ഓപ്ഷൻ സി പൊന്ന് പ്ലസ് കലശം, ഓപ്ഷൻ ഡി പൊല് പ്ലസ് കലശം.
പൊൽക്കലശം പിരിച്ചു എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൊൻ പ്ലസ് കലശം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പൊൻ പ്ലസ് കലശം ആണ് പൊൽക്കലശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.